മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം ബാലചന്ദ്രൻ പാവായത് ഞാൻ കാരണമല്ലേ, എന്നെ കിട്ടിയത് കാരണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ എൻ്റെ സ്വന്തം മോളായി വന്നത് കൊണ്ടാണെന്ന് പറയും. നമ്മൾ ചോദിക്കും, നിന്നെ എന്തുകൊണ്ടാണ് പ്രജിത മമ്മി ഒരു അമ്മയുടെ സ്നേഹം തന്ന് വളർത്തിയത്, ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയായത് അവർ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ അനാഥയായത് കൊണ്ടെന്ന് പറയും. അതെ, അത് ശരിയല്ലേ എന്ന് പറയും. അതെ എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് സ്നേഹിച്ചതാണ്. അപ്പോൾ എനിക്കല്ലേ മുൻതൂക്കം എന്ന് പറയും. അതെ എന്ന് പറയും. ഞാൻ ആരെന്ന് അറിയുമ്പോൾ എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ട സ്ഥാനത്ത് എന്നെ ചേർത്ത് നിർത്തിയ അച്ഛനായതുകൊണ്ട് ലോകത്ത് വേറൊരാളും അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അങ്ങനെ സമാധാനമായിട്ട് പോക്കോളാൻ പറയും. വേറെ ഒന്നും കൊണ്ടും പേടിക്കണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നു. നീ എവിടെയാണ് എന്ന് ചോദിക്കും. ഞാൻ എറണാകുളത്ത്. നീ കൂടെ നടക്കണ കഥകളൊന്നും അറിയണ്ടല്ലോ എന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. മുത്തശ്ശിനെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ടല്ലേ എന്ന് പറയും. അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന കഥകളൊന്നും നിനക്ക് അറിയണ്ടല്ലോ എന്ന് പറയുന്നത്. ഇനിയിപ്പം നിനക്ക് അലീനയുടെ കാര്യം നീ അറിഞ്ഞു കാണില്ലേ എന്നറിയാം. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു എന്നറിയും. അഡീഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയ്ക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. സ്വന്തം മോളായി അംഗീകരിച്ചപ്പോൾ ശരിക്കും എന്നെ ഞെട്ടിച്ചു എന്ന് പറയുന്നു. ഇനി നീ ഞെട്ടാൻ കിടക്കണുള്ളൂ. ഇനി നിനക്ക് വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കാട്ടാ, അവൾ നിന്നെ മുറപ്പെണ്ണല്ലേ എന്നറിയും. ഈ അങ്കിൾ എന്നെ വീണ്ടും ഞെട്ടിക്കണമെന്ന് പറയും. എന്താടാ, എടാ മനു, നിനക്ക് അവളെ ഇഷ്ടമെന്നൊക്കെ എനിക്കറിയാടാ. പിന്നെ അവൾ ജോലിക്കാരിന്, ഹോം നേഴ്സാണ്, അനാഥേന്, ഇതൊക്കെ കൊണ്ടല്ലേ നീ ഒന്ന് പിന്മാറി നിൽക്കണേന്ന് പറയും. ഇനി നീ അങ്ങനെ ഒരു ചിന്ത നിനക്ക് വേണ്ട. എൻ്റെ ബബിത മോളുടെയും കൃഷ്ണമോളുടെയും അതേ സ്ഥാനം തന്നെയാണ് ഞാൻ അവൾക്കും കൊടുത്തേക്കണത്. എൻ്റെ സ്വത്തിലും എല്ലാത്തിലും അവൾക്ക് അവകാശം ഉണ്ടെന്ന് പറയും. എനിക്ക് എന്തിനാങ്കിലെ സ്വത്തും പണമൊക്കെ, എനിക്കൊരു ജോലിയില്ലേ, ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കില്ലേന്ന് പറയും. അതുണ്ടെന്നറിയാം എന്ന് പറയും. പിന്നെ രണ്ടുപേരും കൂടെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിക്കുട്ടിനെ കാണിക്കുന്നത്, രേവതിക്കുട്ടിനെ കോളേജിൽ ചേർത്താൻ കൊണ്ടുപോകണം മാമച്ചായനും ഗ്രേസാമ്മയും. അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെയും കുശുമ്പോടെയും കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ജോസൂട്ടി, ഇന്ന് എന്തായാലും ഞാൻ തന്നെ വണ്ടി ഓടിക്കുള്ളൂ, ഇവളെ കോളേജൊക്കെ എനിക്ക് കാണണം എന്ന് പറയും. അപ്പോൾ നീ മര്യാദയ്ക്ക് ഇറങ്ങടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ പിടിച്ച് വലിച്ചിറക്കിയിട്ടാണ് മാമച്ചായം കയറുന്നത്. ഞങ്ങൾ രണ്ടാളും പോയാൽ പിന്നെ വീട് നോക്കണ്ട എന്ന് പറയും. ആ സമയത്തിന് നമ്മുടെ ഗ്രേസാമ്മ ചോറ് മറന്നിട്ടാണ് ഈ പെണ്ണ് പോണേ, ഇത് എടുക്കണില്ലേ ഒരു പെണ്ണേ എന്ന് ചോദിക്കുമ്പോൾ, ചോറ് പോലും മറക്കണ്ട, ഇവളെങ്ങനെ പഠിക്കാൻ, ഇവളെ പഠിപ്പിക്കൊന്നും വേണ്ടെന്ന് പറയും. നീ നിൻ്റെ കാര്യം നോക്കടാ ജോസുട്ടി, അവൾക്ക് നിന്നേക്കാളും ബുദ്ധിയുണ്ടെന്ന് പറയും. എന്നിട്ട് ഗ്രേസാമ്മ നമ്മുടെ മാമച്ചായിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ കയറാണ്. നമ്മുടെ രേവതിക്കുട്ടിനെ ചേർത്താൻ വേണ്ടിയിട്ട് പോണതാണ്. ഞാനാണ് അവളുടെ പപ്പര സ്ഥാനത്ത് നിൽക്കണത്, നീ നിൽക്കുമോ എന്ന് ചോദിക്കും. ഞാനെന്തിനു നിൽക്കണേ, നീ മിണ്ടാണ്ട് നിന്നോളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പോകും. അതേസമയം തന്നെ പിന്നീട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നു ഡൈനിങ് ടേബിളിൽ. അപ്പോൾ കൃഷ്ണമോൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിലേക്ക് പോകുമ്പോൾ അലീന അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ചേച്ചി എന്താ ഇവിടെ നിന്ന് കഴിക്കുന്നത്, ചേച്ചിക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടേന്ന് ചോദിക്കും. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ, ഇരുന്നാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല. പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ എന്തിനാ മറ്റൊരാൾക്കൊരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയും. അതെ, എന്നാൽ ചേച്ചിയുടെ ഭക്ഷണം ഉണ്ടോ ഞാൻ കഴിക്കില്ലേന്ന് പറയും. നമുക്ക് ആവശ്യമുള്ളിടത്ത് കഴിച്ചോളാൻ പറയും. അലീന വേഗം കൈ കഴുകി മുട്ടയൊക്കെ തൊലി ഒലിച്ച് കൊടുക്കും. ഞാൻ ചേച്ചി ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇതിനെ സൂക്ഷിച്ച് തൊലി ഒലിച്ചില്ലെങ്കിലേ വെള്ളയൊക്കെ പോകുമെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് സങ്കടം വരും. അത്രയധികം തന്നെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നുണ്ട് അലീന ചേച്ചിന്ന് മനസ്സിലാവും. അപ്പോഴത്തേനും ഹാളിൽ ഗൂഢാലോചന നടക്കണം. അവൾ അലീനയുടെ ഭക്ഷണം എടുക്കാൻ പോയിട്ടുണ്ടാവും, ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് ഞാൻ അവളെ കൊണ്ട് അത് തീറ്റിക്കൂല എന്ന് രോഹിത് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാണ്ട് മക്കൾ പറയുന്നത് കേട്ടിരിക്കുന്നു. അതെ അമ്മ, അവളെ കാലത്ത് ഇന്നലെ ഉപദേശിച്ചതല്ലേ, എന്താ അവൾക്ക് വല്ല കുലുക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. അതേസമയം തന്നെ ഫുഡൊക്കെ ആയിട്ട് വരുന്നു കൃഷ്ണമോൾ നല്ല സന്തോഷത്തോടെ. നല്ല ഭക്ഷണം ഉണ്ട് അടുക്കളയിൽ, ആർക്ക് വേണേലും കഴിക്കാം കേട്ടോ, വെറുതെ നീ ഉണക്കദോശ കഴിക്കാൻ നിൽക്കണേന്ന് പറയും. നിന്നോട് പറഞ്ഞതല്ലേടി ഇന്നലെ അവളെ ഭക്ഷണം കഴിക്കരുതെന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കി മേടിച്ച സാധനങ്ങൾ, എൻ്റെ ചേച്ചി ഉണ്ടാക്കണ ഭക്ഷണം, പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് പറയും. നിൻ്റെ ചേച്ചിയെന്ന് പറയും. അങ്ങനെ രോഹിത് ആ പ്ലേറ്റ് അങ്ങോട്ട് തട്ടി ദൂരേക്ക് എറിയുന്നു. പ്ലേറ്റിന് ഇങ്ങനെ 56 കഷ്ണമാവണ്. മനുവിനായിട്ട് ഫോൺ ചെയ്ത് ഹാളിലേക്ക് വരുന്ന ബാലചന്ദ്രൻ കണ്ട കാഴ്ച, പ്ലേറ്റും ഭക്ഷണമൊക്കെ ചിതറി കിടക്കുകയാണ്. ബാലചന്ദ്രൻ നേരെ അങ്ങോട്ട് അടുത്തേക്ക് വരും. അപ്പോൾ അവരെല്ലാവരും കൂടെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒട്ടും പ്രതീക്ഷിക്കാതെ രോഹിതിൻ്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കണ്. ഇങ്ങനെ തെണ്ടിത്തരം ചെയ്യാൻ ആരാണ്ടാ നിനക്ക് അധികാരം തന്നത്? ഈ പ്ലേറ്റുകൾ നീ അധ്വാനിച്ച് കാശ് കൊണ്ടുണ്ടാക്കി മേടിച്ചതാടാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ ഭക്ഷണം നീ അധ്വാനിച്ച പൈസ കൊണ്ട് പണം കൊടുത്ത് വാങ്ങിയതാണോ എന്ന് ചോദിക്കും. അപ്പോഴും ഒന്നും മിണ്ടില്ല. ഇത് ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട്
ഞാൻ മേടിച്ച പ്ലേറ്റും ഞാൻ മേടിച്ച ഭക്ഷണ സാധനങ്ങളും എൻ്റെ മോള് വെച്ചുണ്ടാക്കിയത് കൊണ്ടത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, നീ തെണ്ടിത്തരം ചെയ്യരുത്, മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുമ്പോഴേ അധികാരം കാണിക്കരുതിട്ടടാ എന്ന് പറയും. കാരണം നോക്കി ഒന്ന് കൊടുത്തതിന് ശേഷമാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തപ്പോൾ നമ്മുടെ വൈജയന്തി ചാടി എഴുന്നേൽക്കുന്നുണ്ട് ഞെട്ടിക്കൊണ്ട്. അലീനയ്ക്കും വല്ലാണ്ടാവുന്നുണ്ട്. അലീനയുടെ മുന്നിലേക്കാണ് ശരിക്കും രോഹിത് ചെന്ന് വീഴുന്നത്. അത് നമ്മുടെ രോഹിത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കണം. രോഹിത് അങ്ങനെ എല്ലാവരോടുമായിട്ട് ബാലചന്ദ്രൻ പറയുന്നു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലീന വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളവർ മാത്രം കഴിച്ചാൽ മതി, നാളെ തുടങ്ങി ഇവിടെ രണ്ടടക്കള പാടില്ല, വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം വരുത്തി കഴിക്കാം നിങ്ങൾക്ക്, അതും എനിക്ക് തോന്നുന്നത് വരെ മാത്രം ഞാൻ അനുവദിക്കുള്ളൂ കേട്ടോ, അത് എന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അലീനനെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവർക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നും പറഞ്ഞ് ബാലചന്ദ്രനകത്തേക്ക് പോകും. അപ്പോൾ കൃഷ്ണ മോളോട് രോഹിത് മോളിലേക്കും ചാടിക്കയറി പോകും. കൃഷ്ണ മോളോട് നമ്മുടെ വൈജയന്തി പറയും, നിനക്ക് സമാധാനമായില്ലേടി, അടുക്കളയിൽ പോയി കഴിഞ്ഞിട്ട് അവൾ വെച്ചുണ്ടാക്കി തിന്നടി സ്വാദോടെ എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. വൈജയന്തി അലീനയുടെ അടുത്ത് എന്ന് പറയും, സ്വർഗം പോലെ ഉണ്ടായിരുന്ന വീട് നശിപ്പിച്ചില്ലേടി, കരിങ്കാലി എന്നൊക്കെ വിളിച്ച് അലീനനെ എങ്ങനെ കുറ്റം പറയുന്നു. എന്നിട്ട് വൈജയന്തി മുറിയിൽ പോയി വാതിലടയ്ക്കും. അങ്ങനെ കൃഷ്ണമോൾ വല്ലാത്ത വിഷമത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, സാരില്ല മോളെ, ഇതൊക്കെ നമ്മൾ നേരിടേണ്ടതല്ലേ, നമ്മുടെ വീടല്ലേ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീന കൃഷ്ണമോൾ ഇങ്ങനെ തലോടി സ്നേഹത്തോടെ തൊട്ട് തലോടുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. നാളത്തെ ഭാഗത്തിൽ നമ്മുടെ വൈജയന്തിയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. അമ്മനെ ഇവിടെ കൊണ്ട് തള്ളിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കമല വിളിച്ച് പറയുന്നുണ്ട്. ശിവേട്ടനോട് മാത്രമല്ല, അവൾ സ്വത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീട് ഭാഗം വെച്ചിട്ടില്ലല്ലോ, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറയുന്നത്, അവളും അവളെ മക്കളും കൂടി വരുമെന്നും പറയുന്നുണ്ട്. ഇതൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവർക്കും വെച്ച് വിളമ്പാനൊന്നും എന്നെ കിട്ടുന്നില്ല, ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്. അത് ശരിയാണല്ലോ, ബാലചന്ദ്രനും വൈജയന്തിയും കൂടെ ഉള്ള വഴക്ക് നമ്മുടെ തലയിലാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. ശിവേട്ടനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.